ഫ്രണ്ട്സ്, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണല്ലോ നടക്കുന്നത്? ഓരോ വാർത്തകളും കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ചങ്ക് പിടയുവാണ്. ഈ ഒരു സാഹചര്യത്തിൽ പേരൻസ് കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ ഫാമിലിയാണ് ഒരു പരിധി വരെ. അപ്പം നമ്മുടെ ഫാമിലിയിൽ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നല്ല കാര്യമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ പ്രകോപിതരായിട്ട് പല പല വാക്കുകളും പറയാറുണ്ട്. അവനെ കണ്ടപ്പോൾ അവനോട് കണ്ടപ്പോൾ എനിക്ക് മൂക്കിടിച്ച് വരത്താവുന്നതിൽ തലയടിച്ച് പൊട്ടിക്കാൻ തോന്നി എന്നൊക്കെയുള്ള പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ വീട്ടിൽ കുട്ടികളുടെ മുമ്പിൽ പറയാറുണ്ട്. ഇത് അവരെ ഏത് രീതിയിൽ ബാധിക്കുമെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂട്ടുകെട്ട്. ഇവർ ഏത് ഏജുകാരുമായിട്ടാണ് കൂട്ടുകൂടുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം. ഇവരുടെ ഏജിൽ കൂടുതലുള്ളവരുമായിട്ടുള്ള കൂട്ടുകെട്ട് കട്ട് ഓഫ് തന്നെ ചെയ്യണം. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, കുഞ്ഞുങ്ങളെ വാശി പിടിച്ചാലും എന്തൊക്കെ ചെയ്താലും അടിക്കേണ്ട കാര്യത്തിന് അടിച്ച് തന്നെ വളർത്തണം. നമ്മുടെ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കേണ്ടത് നമ്മൾ തന്നെ ആയിരിക്കണം, പേരൻസ് തന്നെ ആയിരിക്കണം. അവർ ചെയ്യുന്ന തെറ്റ് ചൂണ്ടിക്കാണിച്ച് അവരുടെ തെറ്റുകൾ മനസ്സിലാക്കി കൊടുത്ത് അടിക്കേണ്ടപ്പോൾ അടിച്ച് തന്നെ വളർത്തണം. ഞാൻ എൻ്റെ കുഞ്ഞിനെ അടിക്കാതെ വളർത്തിയെന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. ശിക്ഷിക്കേണ്ടടുത്ത് ശിക്ഷിക്കുക തന്നെ ചെയ്യണം. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മൊബൈലിൻ്റെ ആക്സസറീസോ ഒന്നും ചെക്ക് ചെയ്യുന്നത് ഇവർക്ക് ഇഷ്ടമുള്ള കാര്യമേ അല്ല. പക്ഷേ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ അത് ഇഷ്ടപ്പെടുന്നില്ലയോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അവരെന്തൊക്കെയാണ് മൊബൈലിലോ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് സംസാരിക്കുന്നത്, അവരെന്തൊക്കെയാണ് സെർച്ച് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടതും അവരുടെ കാര്യങ്ങളിൽ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അവർ പല കാര്യങ്ങളിൽ നിന്നും ഒഴിവാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. പിന്നെ പല കാര്യങ്ങളിലും നമ്മുടെ കുഞ്ഞുങ്ങൾ വാശിയോടെ നമ്മളോട് ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെടും. അപ്പം തന്നെ നമ്മൾ നേടിക്കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു സാഹചര്യത്തിൽ ഇവർ പറയുന്ന ആവശ്യങ്ങൾ നമുക്ക് നടത്തി കൊടുക്കാൻ പറ്റാതെ വരികയാണെങ്കിൽ അവരുടെ മനസ്സ് തന്നെ ടെററായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അവർ വാശി പിടിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യമേ ഇല്ല. അവർക്കത് ആവശ്യമാണോ എന്ന് നോക്കിയിട്ട് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചു കൊടുത്താൽ മതി. പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കുഞ്ഞുങ്ങളൊരു 10 വയസ്സിന് മുകളിലാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ചെയ്യേണ്ടത് ലഹരിയുടെ ദോഷവശങ്ങളെക്കുറിച്ചും അത് ചെയ്യുന്നതുകൊണ്ടുള്ള എന്തൊക്കെ ദോഷങ്ങളാണ് നമ്മുടെ ഫാമിലിയിലേക്കും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്കും അല്ലെങ്കിൽ അവർക്ക് സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ച് നല്ല വ്യക്തമായിട്ട് ബോധവൽക്കരിച്ചു കൊടുക്കണം. അതിന് കഴിയുന്നത് പേരൻസിന് തന്നെയാണ്. പിന്നെ ഈ വക കാര്യങ്ങളെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടികളുടെ ഏറ്റവും വലിയ കൂട്ടുകാരും അവരുടെ കൂടെ എല്ലാത്തിനും എന്തിനും ഏതിനും നമ്മളുണ്ടെന്നുള്ള ചിന്ത ഉണ്ടാക്കിയെടുക്കുകയാണ്. അവരുടെ കൂടെ കളിക്കാനും ചിരിക്കാനും അവരുടെ കൂടെ മാക്സിമം സമയം കണ്ടെത്തുകയാണെങ്കിൽ ഈ വക കാര്യങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി അത് ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മളത് മാക്സിമം ശ്രമിക്കുക. ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയിലേക്ക് ഒരുപാട് ഗുണപ്പെടും. അപ്പം ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. ഇതിനോട് യോജിക്കുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് യോജിക്കാം. ചാച്ചാ.